അടിപൊളി ക്വസ്റ്റ്യൻ നോക്കിയാലോ? നിങ്ങൾക്ക് 2 മാർക്ക് 3 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിയാലോ? സോ ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്സ് related to hormonal disorders and answer the question. Okay, അപ്പോൾ ഹോർമോണൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോണിനെ കുറിച്ചാണ് പറയുന്നത്. ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ ഗ്രോത്ത് പീരീഡ്, അതായത് ഗ്രോത്ത് പീരീഡിന്റെ ആ ഒരു സമയത്ത് ഗ്രോത്ത് ഹോർമോണിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്താണ് ഉണ്ടാവുന്നത്, ആ ഡിസോർഡർ ഏതാണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, എന്താണ്? നെയിം ദ ഹോർമോണൽ ഡിസോർഡേഴ്സ് മെൻഷൻഡ് ഹിയർ, റൈറ്റ് ദ കോസ് ആൻഡ് സിംപ്റ്റംസ് ഓഫ് ഈച്ച്. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്കത് മലയാളത്തിലും കൂടെ പെട്ടെന്ന് നോക്കാം. ഹോർമോൺ തകരാറുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിലയിരുത്തി ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് പ്രസ്താവന? വളർച്ചാ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വളർച്ചാ കാലഘട്ടത്തിൽ ഇത് സംഭവിക്കുന്നു. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ഹോർമോൺ തകരാറുകൾ ഏതെല്ലാമാണ്? ഓരോന്നിന്റെയും കാരണം, ലക്ഷണം എന്നിവ എഴുതുക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രോത്ത് ഹോർമോണ്, അതായത് ഗ്രോയിങ് ഫേസിലാണ് എന്തെങ്കിലും ഒരു മീൻസ് അതിന്റെ സെക്രീഷൻ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്? എന്തായിരിക്കും? 2 ഡിസോർഡേഴ്സ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഏതൊക്കെയാണ് മക്കളെ? യെസ്, ദാറ്റ് ഇസ് ഡോർഫിസം ആൻഡ് ജൈജാൻഡിസം, അല്ലെങ്കിൽ എന്താണ്? വാമനത്വം അല്ലെങ്കിൽ ഭീമാകാരത്വം. ഇതാണ് അവിടുത്തെ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ കോസും സിംറ്റംസും ആണ്. അപ്പൊ ഡോർഫിസത്തിന്റെ കോസ് എന്താണ്? സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസ് ചെയ്താൽ, സൊമാറ്റോട്രോപ്പിന്റെ അളവ് കുറയുകയാണെങ്കിൽ, എപ്പോഴാണ്? ഗ്രോത്ത് ഫേസിൽ, വളർച്ചാ ഘട്ടത്തിൽ ഇത് കുറയുകയാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഒരു ഡിസോർഡർ ആണ് ഡോർഫിസം അല്ലെ വാമനത്വം എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ സിംറ്റം എന്താണ് മക്കളെ? യെസ്, ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് വളർച്ച കുറവായിരിക്കും അല്ലെ. ഇനി ജൈജാൻഡിസം അല്ലെങ്കിൽ ഭീമാകാരത്വം, അതിന്റെ റീസൺ എന്താണ് അല്ലെ കോസ് എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഇൻക്രീസസ് ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഫേസ്, അതായത് വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ആ ഒരു സെക്രീഷൻ കൂടുതലായിരിക്കും. അതിനെയാണ് നമ്മൾ, ആ അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് ജൈജാൻഡിസം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിംറ്റം എന്തായിരിക്കും? യെസ്, ഉറപ്പായിട്ടും എക്സസീവ് ബോഡി ഗ്രോത്ത് ആയിരിക്കും, കൂടുതലായിട്ടുള്ള വളർച്ച ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ ഹോർമോൺസിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു.